ഇനി വാൽക്കഷണം. വാൽക്കഷണം. 2-3 ദിവസമായി പലരും വല്ലാത്ത ചിരിയിലാണ്. നല്ല തന്നെ, എല്ലാം ചിരിച്ചങ്ങോട്ട് നേരിടുന്നതും കൊള്ളാം. പക്ഷേ ഈ ചിരിയുടെ മറവിൽ എന്തൊക്കെയോ മാഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പം നമുക്ക് നോക്കാം ആ ചിരിയുടെ രഹസ്യം എന്താണെന്ന്. എം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. അപൂർവമായിട്ട് ഈ മുഖം കാണലുള്ളൂ. ഇതിപ്പോ പാർട്ടി ഓഫീസിൽ ചെന്ന് കാര്യം പറയേണ്ടി വരും. ഇവര് രണ്ടാളും ചിരി നിർത്തണില്ലല്ലോ. ഞാൻ ഈ സ്വരത്തിലല്ലോ സംസാരിക്കേണ്ടത് സാധാരണ. ഇല്ല, ഈ അവസ്ഥയിൽ നിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ അതോ ചിരി പാർട്ടിയുടെ നേതാവാണോ? ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വന്നതിനെ പറ്റി ചോദിച്ചതാണ്. ഇതാണ് ഇപ്പൊ അവസ്ഥ. ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു തന്നത്. നമ്മുടെ അരവിന്ദനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. അല്ല, ഈ ചിരിക്കൊരു അവസാനം ഉണ്ടാവൂലേ? ഈ പാവത്തിന് ഈ അവസ്ഥയിലാക്കിയവർക്കൊക്കെ ഇപ്പൊ മതിയായിട്ടുണ്ടാവും. വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി. വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ. ഗീബൽസിനെ പോലെ. ഇതിപ്പോ ഇവര് രണ്ടാളും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കളിയാണെന്ന് ഇവർ അണികൾക്ക് ഇപ്പൊ എത്ര പറഞ്ഞാലും ഇനി മനസ്സിലാവൂല. ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇത് ആര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല. ഒരാളും വിശ്വസിക്കില്ല. അല്ല സഖാവെ, ഹിന്ദു പത്രത്തിന്റെ കാര്യം കുട്ടികൾ ഇനി ചോദിക്കൂല. ഈ ഐഡിയ നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? ഇത് വേണം, ഈ ചിരി വേണം എപ്പോഴും മുഖത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്നു മുതൽ അത് വേണ്ട. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ പുറത്താരും കേൾക്കരുത്. അതിനുള്ള പണിയാണ് ഇപ്പത്. നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൻ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പറഞ്ഞാലും കുഴപ്പമാണ്. ഉദാഹരണത്തിന് സമയം തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. മനുഷ്യന്മാർ ചിരിക്കണ കാണാൻ നല്ല രസമാണ്. ആ ചിരിയിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ലെങ്കിൽ. ഇതിപ്പോൾ വെറുതെ ചിരിക്കണതല്ല, ആ ചിരിയുടെ സൗണ്ടിൽ പലതും ഒളിച്ചു വെക്കാണ്ട്. വാൽക്കഷണം.